ഇപ്പൊ ഇറങ്ങിയതില് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വെടിപ്പായി നിൽക്കുന്നത് ഈ പടം. കാരണം BGM ഒക്കെ ഉണ്ടല്ല, BGM സൗണ്ട് മിക്സിംഗ് ഒക്കെ കയറി വരുമ്പോ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഹോസ്റ്റലർ അത് ഒരു ഇമോഷണൽ കഥ, ഇത് ആ ടൈപ്പ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ മൊത്തം അടി ഇടി വെടി മയം. KGF-നേക്കാളും KGF മയം തന്നെ വരും. അതായത് KGF-നേക്കാളും എന്താ ഇപ്പൊ എടുത്തു പറയില്ല, അതേ കുറച്ച് മറ്റേ വെടിവെപ്പ് നമ്മളൊക്കെ കുറച്ച് കൂടുതൽ ഈ പടത്തിലുണ്ട്. എന്തായാലും ധനുഷിന്റെ ഒക്കെ നല്ല പെർഫോമൻസ്. അതേപോലെ ശിവരാജ് കുമാർ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലൈമാക്സ് ഒക്കെ പുള്ളിയുടെ ഒരു റീ എൻട്രി വരും. അതൊക്കെ തിയേറ്ററിൽ തന്നെ റോമാന്റ് കിട്ടിയൊരു പടമാണ്. ഒന്നും പറയല്ല, ധൈര്യമായിട്ട് എടുക്കാം. മാസ് എല്ലാം ഉണ്ട്. എൻഗേജ് ചെയ്യുന്നുണ്ടോ? പിന്നല്ലാണ്ട് നമ്മള് ഇരുന്ന് ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെയാണ് ഈ പടം കണ്ടുവരുന്നത്. അമ്മാതിരി മേക്കിംഗ്, അമ്മാതിരി ഫ്രെയിമിംഗ് അല്ല. BGM ആണെങ്കിൽ എല്ലാം കിട്ടും. റേറ്റിംഗ് എത്ര കൊടുക്കും? 5. ബ്രോ പടത്തിനെ പറ്റി പടം പൊളിയാണ്, വേറൊന്നും പറയാനില്ല. ത്രില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കഥ, ഫുൾ കഥ ചെയ്യുന്നുണ്ടോ? വളരെയധികം. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. റേറ്റിംഗ് എത്ര കൊടുക്കും? ഞാൻ ഫുൾ 5 on 5. ഓക്കെ, താങ്ക് യു. നല്ല പടമായിരുന്നു. എത്ര റേറ്റിംഗ് കൊടുക്കും? എനിക്കറിയില്ല. ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അതിഗംഭീര മൂവിയാണ്. ധനുഷിന്റെ കൂടെ തന്നെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ജയിലറിന് ശേഷം ശിവരാജ് കുമാറിന്റെ ഒരു അഴിഞ്ഞാട്ടാണ്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്ക് ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നോക്കുവാണെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ സിനിമ സൈഡിൽ നോക്കുവാണെങ്കിലും വളരെ ഗംഭീരമായി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ നമ്മുടെ വെട്രിമാറിന്റെ സിനിമയോ കാർത്തിക് സുബ്രാജിന്റെ സിനിമയോ കാണുന്ന ആ കഥയുടെ താഴെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടാവും ഈ സിനിമയ്ക്ക്. പാവപ്പെട്ടവരുടെ രാഷ്ട്രീയം, ആ ഒരു പ്രത്യേക രീതിയിലാണ് ഈ സിനിമയും പോകുന്നത്. പക്ഷേ അതല്ലാതെ തന്നെ ഒരു സാധാരണ മാസ് പടം ആ ഒരു രീതിയിൽ വരുവാണെങ്കിലും സ്റ്റോറി ലൈനിൽ നോക്കുവാണെങ്കിലും ഈ പടം വളരെ മികച്ചിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ ഒരു പീരിയഡ് സൈഡിലെ പഴയ കാലത്തെ കഥയാണ് പറഞ്ഞുകൊണ്ട്. ശിവണ്ണയുടെ ക്ലൈമാക്സിൽ എൻട്രി ഒക്കെ ഉണ്ട്. സ്പോയിലർ ഗംഭീരം. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും സെക്കൻഡ് ഹാഫ് ഒന്നും പറയില്ല. എൻഗേജിംഗ് ആണ്. ഓരോ സെക്കൻഡ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അത് ഗ്രിപ്പിംഗ് ആയിട്ട് സ്വീറ്റ് എഡ്ജർ ആയിട്ട് പോകും. ക്ലൈമാക്സിൽ ശിവണ്ണയുടെ ഒരു എൻട്രി ഒക്കെ ഉണ്ട്. ഒന്നും പറയില്ല, നല്ല മൂവി, അടിപൊളി. ഒരു ഹോളിവുഡ് ടൈപ്പ് മേക്കിംഗ്. ഒരു സെക്കൻഡ് പോലെ നമുക്ക് ലാഗ് ഒന്നും അടുപ്പിക്കുന്നില്ല. കറക്റ്റ് കഥയിലോട്ട് പോവാണ്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, OTT-ലൊന്നും കാണാൻ നിൽക്കില്ല.